ഫാദർ മാണി പുതിയിടം. പാമ്പാടി പങ്ങട തിരുഹൃദയം ഇടവകയിൽ പുതിയിടം മത്തായി ഏലിയാമ്മ ദമ്പതികളുടെ ഇളയ പുത്രനായി 1949 മെയ് 16 മാണിയച്ചന്റെ ജനനം. ഗവൺമെന്റ് LP സ്കൂൾ പങ്ങട, MGM ഹൈസ്കൂൾ പാമ്പാടി എന്നിവിടങ്ങളിലുള്ള തന്റെ സ്കൂൾ പഠനത്തിനു ശേഷം കോട്ടയം CMS കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും പൂർത്തിയാക്കി. കലാലയ ജീവിതത്തിൽ സജീവമായി പങ്കെടുത്ത ആ യുവാവ് അക്കാലത്തെ കോളേജിലെ പ്രമുഖ ഒരു വിദ്യാർത്ഥി നേതാവ് കൂടിയായിരുന്നു. എന്നാൽ ദൈവം മാണിയച്ചനായി മാറ്റിവെച്ചിരുന്ന ദൗത്യം മറ്റൊന്നായിരുന്നു. CMSലെ പഠനകാലത്താണ് ആ ദൈവവിളി അച്ഛൻ തിരിച്ചറിയുന്നത്. അങ്ങനെ 1967 ചങ്ങനാശ്ശേരിയിലുള്ള പാറ മൈനർ സെമിനാരിയിൽ ചേർന്ന് വൈദിക പഠനം ആരംഭിച്ചു. പിന്നീട് പുതിയതായി സ്ഥാപിക്കപ്പെട്ട വടവാതൂർ സെമിനാരിയിൽ തന്റെ പരിശീലനവും തുടർന്നു. 1974 ഡിസംബർ 21 തന്റെ 25-ാം വയസ്സിൽ തിരുപ്പട്ടം സ്വീകരിച്ചു. അഭിവന്ദ്യ പൗവത്തിൽ പിതാവിന്റെ കൈവെപ്പിലൂടെയാണ് അച്ഛൻ വൈദിക പട്ടം സ്വീകരിച്ചത്. അതിരമ്പുഴ സെന്റ് മേരീസ് ഇടവകയിൽ അസിസ്റ്റന്റ് വികാരിയായാണ് അച്ഛൻ തന്റെ അജപാലന ജീവിതം ആരംഭിക്കുന്നത്. അവിടെ 1974 മുതൽ 1977 വരെ 3 വർഷം അച്ഛൻ ശുശ്രൂഷ ചെയ്തു. 1977 മുതൽ 1980 വരെയുള്ള കാലഘട്ടങ്ങളിൽ യുവദീപ്തി, KCSL, മിഷൻ ലീഗ്, വൊക്കേഷൻ എന്നീ 4 ഡിപ്പാർട്ട്മെന്റുകളുടെ ഡയറക്ടറായി പ്രവർത്തിച്ചു. ഇതിനുശേഷം തായങ്കേരി സെന്റ് ആന്റണീസ് ഇടവകയിൽ വികാരിയായി സേവനം ചെയ്യുമ്പോഴാണ് റോമിൽ ഉപരിപഠനത്തിനായി പോകുവാൻ അച്ഛൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. 1980 മുതൽ 6 വർഷം റോമിലെ പഠനകാലത്ത് ബൈബിൾ കേന്ദ്രീകൃതമായി, പ്രത്യേകിച്ചും അപ്പസ്തോലനായ പൗലോസിന്റെ ദൈവശാസ്ത്ര പഠനത്തിലായിരുന്നു അച്ഛൻ ഗവേഷണം നടത്തിയിരുന്നത്. ഈ കാലയളവിൽ പഠന ആവശ്യങ്ങൾക്കായും അജപാലന ശുശ്രൂഷയായും വിവിധ ദേശങ്ങളിൽ സഞ്ചരിച്ച അച്ഛൻ അനവധി ഭാഷകൾ സ്വായത്തമാക്കി. 1987 തന്റെ ഉപരിപഠനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ അച്ഛൻ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മതബോധന കേന്ദ്രമായ സന്ദേശ നിലയത്തിന്റെ ഡയറക്ടറായി ശുശ്രൂഷ ചെയ്ത കാലത്ത് മതബോധനം, ചെറുപുഷ്പം മിഷൻ ലീഗ്, വൊക്കേഷൻ തുടങ്ങി വിഭാഗങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകി. ഇക്കാലയളവിൽ മിഷൻ ലീഗ് സംസ്ഥാന ഡയറക്ടറായും ദേശീയ ഡയറക്ടറായും മാണിയച്ചൻ പ്രവർത്തിച്ചു. പിൽക്കാലത്ത് വിശുദ്ധയായി ഉയർത്തപ്പെട്ട അൽഫോൻസാമ്മയുടെ ജന്മഗൃഹത്തിലേക്കുള്ള അൽഫോൻസ തീർത്ഥാടനം ആരംഭിച്ചത് അച്ഛന്റെ നിരവധിയായ സംഭാവനകളിൽ ഒന്ന് മാത്രമാണ്. 1987 മുതൽ 1998 വരെയുള്ള കാലഘട്ടങ്ങളിൽ സന്ദേശ നിലയം ഡയറക്ടറായി തുടരവേ അധ്യാപന രംഗത്തും തന്റെ പ്രാഗൽഭ്യം അച്ഛൻ തെളിയിച്ചു. വിസിറ്റിംഗ് പ്രൊഫസറായി വടവാതൂർ സെമിനാരി, MOC, അമല തിയോളജിക്കൽ സെന്റർ, മാർത്തോമ വിദ്യാനികേതൻ എന്നിവിടങ്ങളിലായി ദീർഘനാൾ സുദീർഘമായ സേവനമാണ് അച്ഛൻ ദൈവശാസ്ത്ര പഠന മേഖലയിൽ നൽകിയത്. 1998 കോട്ടയം ലൂർദ് ഫൊറോന പള്ളി വികാരിയായി നിയമിതനായ അച്ഛൻ 10 വർഷം നീണ്ട ശുശ്രൂഷ കാലയളവിൽ ആ ഇടവകയ്ക്ക് തന്നെയല്ല, കോട്ടയം പട്ടണത്തിലെ സഭാപ്രവർത്തനങ്ങൾക്ക് മൊത്തമായും ഒരു പുതിയ ഉണർവാണ് നൽകിയത്. അതിനുശേഷം തന്റെ പ്രഥമ അജപാലന വേദിയായിരുന്ന അതിരമ്പുഴ ഫൊറോന പള്ളിയിൽ വികാരിയായി തിരിച്ചെത്തിയ മാണിയച്ചൻ പെട്ടെന്ന് തന്നെ ആ ദേശത്തിന്റെ വിശ്വാസ ജീവിതത്തിന്റെ ശക്തമായ സാരഥ്യം ഏറ്റെടുത്തു. 2007 മുതൽ 2014 വരെ 7 വർഷമാണ് അച്ഛൻ അവിടെ ശുശ്രൂഷ ചെയ്തത്. ഇതിനുശേഷം അച്ഛനെ കാത്തിരുന്നത് തന്റെ സഭാ ശുശ്രൂഷ ജീവിതത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ കാലമായിരുന്നു. ഒരേ സമയം തിരുവനന്തപുരം ഫൊറോന വികാരി, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വികാരി ജനറൽ, രാഷ്ട്രദീപികയുടെ മാനേജിംഗ് ഡയറക്ടർ, ലൂർദ് മാത എഞ്ചിനീയറിംഗ് കോളേജ് ചെയർമാൻ എന്നീ സ്ഥാനങ്ങൾ വഹിച്ച അച്ഛൻ താൻ ഏറ്റെടുത്ത എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ നിർവഹിച്ചുകൊണ്ട് സഭാമാതാവിനോടുള്ള ആത്മസമർപ്പണവും അനന്യസാധാരണമായ
നേതൃപാടവവും തെളിയിക്കുകയായിരുന്നു. പിന്നീട് കുടമാളൂർ ഫൊറോന പള്ളിയിൽ ആർച്ച് പ്രീസ്റ്റായി. 2019 തന്റെ ശുശ്രൂഷാ ജീവിതത്തിലെ പുതിയൊരു അധ്യായം തുറന്ന അച്ഛൻ തന്റെ വ്യക്തിമുദ്രയായ കർമ്മോത്സുകതയും നേതൃപാഠവും ഇടമുറിയാതെ സഭാ ശുശ്രൂഷകളിൽ അഭംഗരം അനുഭവവേദ്യമാക്കുകയാണ്. പൗരോഹിത്യ സുവർണ ജൂബിലി നിറവിലായ സ്നേഹബഹുമാനപ്പെട്ട മാണി പുതിയിടമച്ചന് ഹൃദ്യമായ പ്രാർത്ഥനാശംസകൾ.